സവോളയും തക്കാളിയും ഒന്നും വഴറ്റിയെടുക്കാതെ കുക്കിംഗ് ഒട്ടും അറിയാത്ത കൂട്ടുകാർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. കുക്കറിലേക്ക് ഞാൻ 1/2 കിലോ ചിക്കൻ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ നല്ലപോലെ 2-3 വട്ടം കഴുകിയ ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി യോജിപ്പിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ ഇത്. ഇനി ഞാൻ വലിയൊരു സവോളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവോള ഇല്ലെങ്കിൽ 2 മീഡിയം സൈസ് സവോള എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അളവിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കതിനെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒറ്റ ഒറ്റയായിട്ട് വിട്ട് കിട്ടും. ഇനി അത് ചിക്കനിലേക്ക് ഇങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് കീറൊന്നും വേണ്ട, മുഴുവനായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ വലിയൊരു ടേബിൾ സ്പൂൺ നിറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചിക്കൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ പിന്നീടും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. മസാലയും ഉപ്പും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മസാലയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളി റൗണ്ടിലൊന്ന് മുറിച്ച ശേഷം നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നോളും. നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതിന് വെച്ചിട്ട് റൗണ്ടിൽ മുറിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അത് അലിഞ്ഞ് ചേർന്നോളും. ഈ ഒരു രീതിയിൽ നിങ്ങളും തക്കാളിനെ മുറിച്ചിട്ട് ചിക്കനിലേക്ക് ചേർത്ത് വേവിച്ച് നോക്കൂ. നിങ്ങൾക്കും അറിയാം അതിൻ്റെ വ്യത്യാസം. സമയമുണ്ടെങ്കിൽ ഇതുപോലെ പുരട്ടിയ ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാനിവിടെ കുക്കറിൽ ഉണ്ടാക്കി കാണിക്കുന്നത്. പാത്രത്തിൽ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. സ്റ്റവ് കത്തിച്ച ശേഷം നമുക്ക് ആദ്യം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഇളക്കിയെടുക്കാനായിട്ട്. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം 2 മിനിറ്റ് ഇതുപോലെ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇനി നമുക്കിതിന് ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം അടപ്പ് കൊണ്ട് അടച്ചിട്ട് നമുക്കിതിന് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ലോ ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ട്.
10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ച ശേഷം വിസിൽ വന്നാലും ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ ഓഫാക്കി കൊടുക്കാം. ഇനി അതിൻ്റെ നമുക്ക് സ്റ്റീമെല്ലാം ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്റ്റീം കളഞ്ഞു കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയും സവോളയും ഒക്കെ നന്നായിട്ട് സ്മാഷായിട്ട് അതിൽ നിന്ന് വെള്ളമെല്ലാം വന്ന ശേഷം നമ്മൾ മസാലേൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്, വഴറ്റി കൊടുക്കാതെ തന്നെ. ഇനി നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 3/4 വേവ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് വേവാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടി നേരം വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ഒരു തട്ട് മാത്രം വെച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല മസാലയൊക്കെ നന്നായിട്ട് കുറുകി നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ കറി റെഡിയായിട്ട് കിട്ടും. 5 മിനിറ്റ് കൂടെ ഇതൊന്ന് വെന്ത് വരട്ടെ. കണ്ടോ, ഞാൻ ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇത് ഇട്ടിട്ടുള്ളത്. ഈ ലോ ഫ്ലെയിമിൽ വേവുന്ന കാരണം ചിക്കൻ കറിക്ക് പ്രത്യേക രുചി ഉണ്ടാവും. അങ്ങനെ അതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ബാച്ചിലർ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ എളുപ്പമല്ലേ? ഇതുപോലെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇതാ എൻ്റെ അടുക്കള ഫുള്ള് ചിക്കൻ കറീൻ്റെ നല്ല കൊതിപ്പിക്കുന്ന മണം കേട്ടോ അവിടെ വരുന്നത്. പാചകം ഒട്ടും അറിയാത്ത ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചിക്കൻ കറി തയ്യാറാക്കുകയാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി നമുക്കതിലേക്ക് ഒരു പിടി നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലെങ്കിൽ ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അങ്ങനെ നമ്മളുടെ കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെയോ ദോശൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.